ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പുതിയൊരു യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു 100 അല്ലെങ്കിൽ 500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നിൽക്കുന്ന ഒരു യൂട്യൂബർ ആണെങ്കിൽ നിങ്ങളിടുന്ന വീഡിയോസിനൊന്നും വ്യൂവേഴ്സ് ഇല്ല, ആകെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല, എനിക്ക് പറഞ്ഞ പണിയല്ല, അങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന ഒരാളാണെങ്കിൽ എൻ്റെ ഒരു യൂട്യൂബ് ജേർണി എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരിക്കലും ഞാനൊരു യൂട്യൂബിൽ സക്സസ് ആയിട്ടുള്ള പേഴ്സൺ അല്ല, പക്ഷേ ഡൗൺ ആയിട്ട് ഇനി വീഡിയോസ് ഇടൂല, എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തി പോകാൻ വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അവർക്കൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ യൂട്യൂബിലേക്ക് വന്ന എൻ്റെ ഫസ്റ്റ് ജേർണി തുടങ്ങുന്നത് 2022 അന്നുമാണ്. എനിക്ക് യൂട്യൂബിൽ ഓരോരുത്തർ വന്നിട്ട് സക്സസ് ആയിട്ടുള്ള ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, ഇതേമാതിരി വീഡിയോ ഒക്കെ ഇട്ടിട്ട് യൂട്യൂബിൽ ഭയങ്കരമായിട്ട് സക്സസ് ആവണം എന്ന ആഗ്രഹത്തോടായിരുന്നു ഞാൻ വീഡിയോസ് ഇടാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അന്ന് ക്യാമറ ഉണ്ടായിരുന്നില്ല, ഫോൺ ഉണ്ടായിരുന്നില്ല, നല്ലൊരു ഫോൺ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഉറപ്പായിട്ടും വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ നിർബന്ധമാണ്. പക്ഷെ എനിക്ക് അന്ന് ഫോൺ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് 10th 8th ഒക്കെ എത്തുമ്പോഴത്തേന് ഫോൺ കിട്ടാറുണ്ട്. പക്ഷെ ഞാൻ +1 പഠിക്കുമ്പോഴും എനിക്ക് എന്തുണ്ടായിരുന്നില്ല, ഫോൺ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എങ്ങനെ വീഡിയോ ഇടും? കാരണം നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഇടണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ഫോൺ വേണം, എന്നാലും മാത്രമാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ എന്ത് കാട്ടി, വീട്ടിൽ സംസാരിച്ച് എനിക്കിങ്ങനെ ഒരു ഫോണ് വേണം, എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് മാത്രമാണ്, ഞാൻ വേറെ ഒന്നും ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് വാശി പിടിക്കാൻ തുടങ്ങി. തീരെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല ഫോണ് വാങ്ങാൻ വേണ്ടിയിട്ട്. കാരണം 10th കഴിഞ്ഞിട്ട് +1ലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തീരെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വാശി പിടിച്ച് എൻ്റെ താത്താനോട് പറഞ്ഞിട്ട് അവളെ കൊണ്ടും ഞാൻ എൻ്റെ ഉമ്മാനെ സോപ്പിടിപ്പിച്ച്, അങ്ങനെ ലാസ്റ്റ് ഞാൻ കരഞ്ഞ് വാശി പിടിച്ച് എനിക്ക് ഫോൺ വേണം എന്ന് പറഞ്ഞിട്ട്. കാരണം എനിക്ക് അത്ര ആഗ്രഹം ഉണ്ടായിരുന്നു യൂട്യൂബിൽ വീഡിയോ ഇടണം, സക്സസ് ആവണം. അങ്ങനെ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമായതുകൊണ്ട് തന്നെ പിന്നെ വീഡിയോസ് ഇടുന്നതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കരഞ്ഞ് വാശി പിടിച്ചിട്ട് എന്ത് വാങ്ങിച്ച്, ഒരു ഫോൺ വാങ്ങിച്ച്, ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള. അന്ന് എനിക്ക് അത് ഒരു വലിയ സംഭവമായിരുന്നു. കാരണം ഫസ്റ്റ് ടൈമായിട്ടാണ് എനിക്ക് സ്വന്തമായിട്ടൊരു ഫോണിൻ്റെ കയ്യിൽ കിട്ടുന്നത്. അതുകൊണ്ട് എനിക്കൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ കരഞ്ഞ് വാശി പിടിച്ചിട്ട് എനിക്ക് ലാസ്റ്റ് കിട്ടിയ ഫോണാണ് ഈ ഐറ്റൽ എന്ന് പറഞ്ഞ ഫോണ്. ഈ ഫോണ് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി അത്ര നന്നല്ല, പക്ഷെ ഞാൻ ആഗ്രഹിച്ച് വാങ്ങിച്ചതല്ലേ. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈമൊക്കെ യൂസ് ചെയ്യുമ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം അത്യാവശ്യത്തിന് ക്വാളിറ്റി ഉണ്ട്. കാരണം എനിക്കിതിൻ്റെ ക്വാളിറ്റീനെ പറ്റിയിട്ട് അങ്ങനെ അറിയൂല. കയ്യിൽ ഫസ്റ്റായിട്ടാണ് സ്വന്തമായിട്ടൊരു ഫോൺ കിട്ടുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ എടുത്തിട്ട് സെറ്റായിട്ട് ഞാൻ സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്ത് അങ്ങനെ സെറ്റാക്കിയിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ ഇത് പറയില്ലേ, ടേസ്റ്റ് എങ്ങനെയുണ്ട് അങ്ങനെയൊക്കെ പറയില്ലേ, അങ്ങനെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. റിവ്യൂ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുഡിൻ്റെ. അങ്ങനെ ഒരു 5-6 വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിന് കംപ്ലൈൻ്റ് ആയി, സൗണ്ട് പോയി, അതുപോലെ തന്നെ ക്യാമറയുടെ ക്വാളിറ്റി പോയി. പിന്നെ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല, കാരണം നമുക്ക് എഡിറ്റ് ചെയ്യാനും ഒക്കെ കൂടിയിട്ടുള്ള ഫോണെന്ന് പറഞ്ഞത് ഇതായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇടാൻ പറ്റാതായി. അപ്പം ഞാൻ എന്ത് ചെയ്ത്, വേറൊരു ചാനൽ തുടങ്ങി. കാരണം അതിൽ ഞാൻ ആ ഫുഡിൻ്റെ കാര്യങ്ങൾ അങ്ങനത്തതാണ് അതിൽ മെയിനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലിനി ഈ ഫോൺ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായി. അങ്ങനെ അത് പകുതിക്ക് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്ന്. ഒരു 100ൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ടായിരുന്നു സബ്സ്ക്രൈബേഴ്സ്. അപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്ന്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നേ. പിന്നെ കൂടുതലും ഞാൻ അറിയണവരെ കൊണ്ടായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ടൈം അല്ല, അപ്പോൾ എനിക്ക് അറിയില്ലുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാ പൊട്ടത്തരങ്ങളും കാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വീഡിയോയിൽ നമുക്ക് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമ്മളെ ഫേസ് കാണിക്കാതെ നമുക്ക് എന്തെങ്കിലും വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ വേറൊരു സെക്കൻഡ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇത് 2ാമത്തെ യൂട്യൂബ് ചാനലാണ്. ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫുഡിൻ്റെ, പിന്നെ വേറൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. അത് നമ്മൾ റീൽസൊക്കെ ഉണ്ടാവില്ല ഇൻസ്റ്റാഗ്രാമിൽ, അതെടുത്തിട്ട് നേരെ ഞാൻ യൂട്യൂബിൽ കൊടുന്നിടും. അതായത് കോളേജിലത്തെ ഓരോ റീൽസുകളൊക്കെ ഉണ്ടാവില്ലേ, കോളേജ് ലൈഫിലത്തെ ഓരോ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുള്ള റീൽസ് ഞാൻ നേരെ കൊടുത്തിട്ട് യൂട്യൂബ് ചാനലിടും. പക്ഷെ അത് കോപ്പിറൈറ്റ് അങ്ങനത്തെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ചിലതിന് കിട്ടാറുണ്ട്. അങ്ങനെ അത് നേരെ കൊടുത്തിടും. അങ്ങനെ അത് ഒരു 700 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ അത് സെറ്റായി വരുമ്പോഴാണ് എൻ്റെ ഫോൺ മുഴുവനായിട്ട് അങ്ങോട്ട് അടിച്ചു പോയി. മുഴുവൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ. ഞാൻ എൻ്റെ മാക്സിമം നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല ഒരു ചാനൽ നല്ലപോലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പക്ഷേ അപ്പോഴാണ് എൻ്റെ ഫോണ് അടിച്ചു പോയത്. എനിക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്കത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ആണെങ്കിലും വേറൊരാളുടെ ഫോണിൽ ചെയ്യുകയാണെങ്കിലും അതിന് ലിമിറ്റേഷൻ ഉണ്ട്. അയാളോട് എപ്പോഴും ചോദിക്കുന്നത് മോശമാണ്. പിന്നെ എനിക്ക് അങ്ങനെ അറിയില്ല, ഒരാളോട് ഇങ്ങനെ ഫോൺ കുറച്ച് നേരത്തിന് തരുമോ അങ്ങനെ ചോദിക്കൊക്കെ അറിയില്ല. പക്ഷെ എനിക്ക് അന്നും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു നല്ലൊരു ചാനൽ തുടങ്ങണം, നല്ലൊരു കണ്ടൻസ് ഇടാൻ തുടങ്ങണം. അങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ ചെയ്യണമെന്ന് വിചാരിച്ച് വെച്ചിരുന്നത്. പക്ഷേ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു ക്യാമറ വേണം. എൻ്റെ ഫോൺ മുഴുവനായിട്ട് അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. ഫോൺ അടിച്ചു പോയ കാരണം കൊണ്ട് എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്നുള്ള മോഹം നിർത്തി വെക്കേണ്ടി വന്നു. 2022 തുടങ്ങിയ ഞാൻ 24 ഒന്നും ആവാതെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു ഫോൺ കിട്ടി, അങ്ങനെ സെറ്റായി. അപ്പോൾ ഞാൻ ഈ ചാനലിൽ വീണ്ടും ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങി. അതിലാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്കിപ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ സക്സസ് ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഓരോരുത്തർ വീഡിയോസ് ഇടുന്നുണ്ടാവും. അവരോട് പറയാനുള്ളത്, ചിലവർക്ക് ചിലപ്പോൾ നല്ല ഫോണൊന്നും ഉണ്ടാവില്ല, എന്നാലും അവർ മാക്സിമം എഡിറ്റ് ചെയ്തിട്ട് സൂപ്പറാക്കിയിട്ട് വീഡിയോസ് ഇടുന്നുണ്ടാവും. അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു കാരണവശാലും നിർത്തരുത്. ഒരു ദിവസം നിങ്ങളുടെ ചാനലും സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ വ്യൂവേഴ്സൊക്കെ കയറിയിട്ട് സക്സസ് ആവും. വെയിറ്റ് ചെയ്ത് നിൽക്കുക, ടൈം പിടിക്കും. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അത് ശരിയാവണമെന്നില്ല, അത്യാവശ്യം ടൈം പിടിക്കും. ഞാനിപ്പോൾ 2022 ഇതായിട്ട് ഇപ്പോൾ 2026 ഒന്നും സെറ്റായിട്ടില്ല. എന്നിട്ടും ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പം നിങ്ങളെക്കൊണ്ട് എന്തായാലും സെറ്റാവും, നിങ്ങളെക്കൊണ്ട് എന്തായാലും പറ്റും. അപ്പം നിങ്ങളുടെ ഹോപ്പ് കൈവിടാതിരിക്കുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഒരു കുഞ്ഞു സ്റ്റോറിയിൽ എന്തെങ്കിലും മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.